Good morning, students. നമുക്ക് അടുത്തൊരു പ്രോബ്ലം ചെയ്യാം. Check the absolute convergence of the following series: sigma k equal to 1 to infinity minus 1 raised to k, 2k minus 1 factorial by 3 raised to k. ഇവിടെ uk എന്ന് പറയുന്നത് എന്താണ്? minus 1 raised to k, 2k minus 1 factorial by 3 raised to k. അപ്പോൾ ഇവിടെ നമ്മൾ absolute convergence ഉപയോഗിച്ച് ചെയ്യാനായിട്ട് ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? മോഡുലസ് ഓഫ് uk കണ്ടുപിടിക്കുക. മോഡുലസ് ഓഫ് uk എന്ന് പറഞ്ഞാൽ എന്താണ്? 2k minus 1 factorial by 3 raised to k. ബൈ റേഷ്യോ ടെസ്റ്റ് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് മോഡുലസ് ഓഫ് യു കെ പ്ലസ് 1 കണ്ടുപിടിക്കുക. അതെന്താണത്? 2 into k plus 1 minus 1 factorial divided by 3 raised to k plus 1. ഇത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ എന്ത് വരും? നമുക്ക് 2k plus 2 ആ പ്ലസ് 2 നിന്ന് മൈനസ് 1 കുറച്ച് കഴിയുമ്പോൾ 2k plus 1 divided by 3 raised to k plus 1. അപ്പോൾ 2k plus 1 ഫാക്ടോറിയൽ മുകളിൽ വരും, താഴെ 3 raised to k plus 1 വരും. ഇനി നമുക്ക് റേഷ്യോ ടെസ്റ്റ് ഫോർ ആബ്സല്യൂട്ട് കൺവെർജൻസ്. നമുക്ക് റോ കണ്ടുപിടിക്കണം. റോ കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്താണ്? ലിമിറ്റ് k ടെൻസ് ടു ഇൻഫിനിറ്റി മോഡുലസ് ഓഫ് uk plus 1 by uk. That is limit k tends to infinity. Modulus of uk plus 1 എന്താണ്? 2k plus 1 factorial എന്നാണ്. താഴെ നമുക്ക് എന്താണ്? 3 raised to k plus 1 എന്നാണ്. Divided by uk എന്ന് പറഞ്ഞാൽ എന്താണ്? 2k minus 1 factorial divided by 3 raised to k എന്നാണ്. ഇനി നമുക്ക് ഇത് സിംപ്ലിഫൈ ചെയ്യണം. ഇത് സിംപ്ലിഫൈ ചെയ്യാനായിട്ട് ഈ 2k plus 1 factorial limit k tends to infinity 2k plus 1 factorial by 3 raised to k plus 1 into 3 raised to k numerator divided by 2k minus 1 factorial. This is equal to limit k tends to infinity. This 2k plus 1 factorial 2k plus 1 factorial can be written as 2k minus 1 factorial into 2k into 2k plus 1. പ്രത്യേകം നോട്ട് ചെയ്യാം. 2k plus 1 factorial can be written as 2k plus 1 factorial can be written as 2k minus 1 factorial into 2k into 2k plus 1. അതാണ് 2k plus 1 factorial. ഈ ഒരു പോയിന്റ് പ്രത്യേകം ശ്രദ്ധിക്കുക നിങ്ങൾ. 2k plus 1 factorial can be written as 2k minus 1 factorial into 2k into 2k plus 1 into 3 raised to k divided by 3 raised to k into 3 raised to k into 3 into 2k minus 1 factorial. ഈ 2k minus 1 factorial 2k minus factorial കട്ട് ചെയ്ത് കളയാം. ഈ 3 raised to k യും 3 raised to k യും നമുക്ക് കട്ട് ചെയ്ത് കളയാം. ബാക്കി നമുക്ക് എന്താണെന്നുള്ളത് നോക്കാം. ബാക്കി നമുക്കുള്ളത് എന്താണ്? ലിമിറ്റ് k tends to infinity. പിന്നെ ന്യൂമറേറ്ററിലുള്ള എന്താണ്? 2k into 2k plus 1 ന്യൂമറേറ്റർ ഉള്ളത്. ഡിനോമിനേറ്ററിൽ എന്താണുള്ളത്? 3 into 3 മാത്രമേ ഉള്ളൂ. 3 raised to k കട്ടായി പോയി 2k minus 1 factorial 3 മാത്രമേ ഉള്ളൂ. ഈ ന്യൂമറേറ്ററിൽ നിന്ന് നമുക്ക് എന്ത് പുറത്തെടുക്കാം? നമുക്ക് ലിമിറ്റ് k tends to infinity 2k നമ്മൾ പുറത്തെടുത്ത് കഴിയുമ്പോൾ നമുക്ക് 1 plus 1 by 2k എന്ന് വരും divided by 3. അപ്പോൾ ലിമിറ്റ് k tends to infinity 4k square into 1 plus 1 by 2k എന്ന് വരും by 3. അപ്പോൾ ഇതിലെ 1 by 2 k ഇൻഫിനിറ്റി കൊടുക്കുമ്പോൾ ഇത് 0 ആയി പോകും. പക്ഷേ ഈ ന്യൂമറേറ്ററിൽ k ഇൻഫിനിറ്റി വരുമ്പോൾ ഇതിന്റെ ആൻസർ നമുക്ക് എന്താ കിട്ടണം? ഇൻഫിനിറ്റി വരും. ഇൻഫിനിറ്റി എന്ന് പറഞ്ഞാൽ ഗ്രേറ്റർ ദാൻ 0 ആണ്. അപ്പോൾ റോയുടെ വാല്യൂ നമുക്ക് എന്ത് കിട്ടണം? റോയുടെ വാല്യൂ നമുക്ക് ഗ്രേറ്റർ ദാൻ 1 വരും. റോ ഗ്രേറ്റർ ദാൻ 1. അപ്പോൾ റോയുടെ വാല്യൂ ഗ്രേറ്റർ ദാൻ 1 ആയി കഴിഞ്ഞാൽ ഈ അബ്സല്യൂട്ട് വാല്യൂസ് എന്തായിരിക്കും? Absolute values therefore absolute values diverges. എന്തുകൊണ്ട്? റോ ഗ്രേറ്റർ ദാൻ 1 ആയതുകൊണ്ട്. therefore നമ്മുടെ ഗിവൺ സീരീസ് എന്താണ്? നമ്മുടെ ഗിവൺ സീരീസ് ഏതാണ്? sigma k equal to 1 to infinity minus 1 raised to k into 2k minus 1 factorial by 3 raised to k എന്നുള്ള എന്താണ്? is absolutely diverge.
അപ്പൊ നമുക്ക് തന്നിരിക്കുന്ന സീരീസ് അബ്സല്യൂട്ട്ലി ഡൈവർജന്റ് ആണെന്ന് ആൻസർ. അപ്പൊ അങ്ങനെയാണ് നമ്മൾ ഈ പ്രോബ്ലം വർക്ക്ഔട്ട് ചെയ്യുക. ഇവിടെ നമ്മൾ ഉപയോഗിച്ച റേഷ്യോ ടെസ്റ്റ് ആണ് ഉപയോഗിച്ചത്. റേഷ്യോ ടെസ്റ്റ് ഉപയോഗിച്ച് റോ കണ്ടുപിടിച്ചപ്പോൾ റോയുടെ വാല്യൂ നമുക്ക് ഇൻഫിനിറ്റി കിട്ടി. ദാറ്റ്സ് ഗ്രേറ്റർ ദാൻ 1 ആണ്. therefore absolute values ഡൈവേർജ് ചെയ്യുന്നു. അബ്സല്യൂട്ട് വാല്യൂസ് ഡൈവേർജ് ചെയ്യുകയാണെങ്കിൽ given series is absolutely divergent. ഇവിടെ 2k plus 1 factorial എന്നുള്ളതിനെ നമ്മൾ എന്താണ് ചെയ്യുന്നത് നോക്കിയേ. 2k plus 1 factorial can be written as 2k minus 1 factorial into 2k plus 1. ഇത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. 2k plus 1 factorial can be written as 2k minus 1 factorial into 2k plus 1. അപ്പൊ അതിൽ 2k minus factorial 2k minus factorial വെട്ടിപ്പോകുന്നു. 3 raised to k 3 raised to k വെട്ടിക്കളയുന്നു. ബാക്കി നമുക്ക് എന്താ ഉള്ളത്? 2k into 2k plus 1 ന്യൂമറേറ്ററിൽ വരുന്നു. ബാക്കി ഡിനോമിനേറ്ററിൽ എന്ത് വരും? 3 വരും. അതിൽ നിന്ന് നമ്മൾ 2k പുറത്തെടുത്ത് കഴിയുമ്പോൾ നമുക്ക് 4k സ്ക്വയർ വരും. 1 plus 1/2 raised to k 3. therefore നമ്മുടെ ആൻസർ എന്താ കിട്ടണേ? ഇൻഫിനിറ്റി വരും. ദാറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ 1 ആണ്. റോയുടെ വാല്യൂ ഗ്രേറ്റർ ദാൻ 1 ആണെങ്കിൽ അബ്സല്യൂട്ട് വാല്യൂസ് ഡൈവർജന്റ് ആണെന്ന് കിട്ടും. അബ്സല്യൂട്ട് വാല്യൂസ് ഡൈവർജന്റ് ആണെങ്കിൽ ഗിവൺ സീരീസ് ഈസ് ഡൈവർജസ് absolutely divergent. അപ്പൊ അത് കൃത്യമായിട്ട് എഴുതിയെടുക്കുക, ചെയ്ത് പഠിക്കാം കേട്ടോ.